നമ്മുടെ ഇന്നത്തെ ഡേ എങ്ങനെയാണെന്ന് കണ്ടാലോ. അപ്പം ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ നല്ലൊരു മഴയൊക്കെ പെയ്തു. ലേക്കുട്ടി മഴയൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നുണ്ടേ. അപ്പോഴാണ് ഞാൻ രാവിലെ വന്നപ്പോൾ കുറച്ച് ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടുണ്ടായിരുന്നു, വൈകുന്നേരം ഗ്രീൻ പീസ് വട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇതെൻ്റെ മമ്മീൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പം മമ്മി ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് ഉണ്ടാക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹം തോന്നിയിട്ടുള്ള ഒരു ഐറ്റമാണേ. അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗ്രീൻ പീസ് എല്ലാം വെള്ളം ചേർക്കാണ്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുത്തു കേട്ടോ. ഈ പരിപ്പ് വടയ്ക്ക് നമ്മൾ പരിപ്പ് അരക്കില്ലേ, ആ പാകത്തിനായിട്ടോ അരച്ചെടുത്തത്. അപ്പം പാത്രത്തിലേക്ക് മാറ്റുന്നതിൻ്റെ ഇടയിൽ പകുതി താഴെ പോയിട്ടുണ്ട്, തിരക്കൊണ്ടാണേ. പിന്നെ ഇതിലേക്ക് ഒരു സവാളയും 2 പച്ചമുളക് എടുത്ത് വേറെ ഒന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല കേട്ടോ. ലേവ്കുട്ടി ഒന്ന് കുറച്ച് നേരം അടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സവാള അവളെ കയ്യിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നാൽ ആളടങ്ങിയിരിക്കുന്നൊന്നുമില്ല, അവിടെ ഉള്ളതൊക്കെ വലിച്ചെടുത്തുകൊണ്ടായിരിക്കുന്നത്. അങ്ങനെ അരിഞ്ഞു വെച്ച സവാളയും പച്ചമുളകും കൂടി ഗ്രീൻ പീസിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ആവശ്യത്തിന് വേണ്ട ഉപ്പിട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. സവാളയും പച്ചമുളകും ഉപ്പും എല്ലാം നല്ല രീതിയിൽ എല്ലാ സ്ഥലത്തും പിടിക്കുന്നവരെ നന്നായിട്ട് അങ്ങ് കുഴച്ചെടുക്കുക. ഇനി ഓരോന്ന് നല്ല ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ ലേവ്കുട്ടി ഓരോ വികൃതി എല്ലാം കാണിക്കുന്നുണ്ട്, അവൾ അവിടെ ഇരുന്ന് കളിക്കട്ടെ. പിന്നെ നമ്മുടെ വീഡിയോ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ കൂടെ ലൈക്കും കൂടി ചെയ്യാൻ മറക്കല്ലേ. ഇനി മാവെല്ലാം നമ്മൾ പരിപ്പ് വടയ്ക്ക് ഷേപ്പാക്കി എടുക്കില്ലേ, അതുപോലെ നന്നായിട്ട് ഷേപ്പാക്കി എടുക്കുക. അങ്ങനെ കുറച്ച് സമയം എടുത്ത് എല്ലാം നന്നായിട്ട് ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഓരോന്നിട്ട് വറുത്തെടുക്കുക. തീ ഒന്ന് കുറച്ച് വെച്ച് ഒരു 10 മിനിറ്റ് നന്നായിട്ട് അങ്ങ് തിരിച്ച് മറിച്ചിട്ടിട്ട് അങ്ങ് വേവിച്ചെടുക്കുക കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണേ. അങ്ങനെ കുറച്ച് സമയം കൊണ്ട് നമ്മുടെ ഗ്രീൻ പീസ് വട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുറച്ച് സമയം മതി, കുറച്ച് സാധനങ്ങൾ മതി, എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.